ഹലോ, ഇതെൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് കണ്ടെങ്കിൽ മനസ്സിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ പോവാണ്. എൻ്റെ ഉമ്മി ആദ്യമായിട്ട് ബാംഗ്ലൂർ പോകും, ഞാൻ കൊണ്ടുപോവാണ്. ഞാൻ ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്, ഉമ്മി പോയിട്ടില്ല. ഉമ്മിക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വാപ്പിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉമ്മി അങ്ങനെ അധികം എങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ബുക്ക് ചെയ്തു. നമ്മുടെ അടുത്ത് തന്നെ സ്റ്റോപ്പുണ്ട്. കേരള ലൈൻസിൻ്റെ ഒരു ബസ്സാണ്. വിലക്കലിയും പോയി. അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് പെൻഡ്രൈവ് ഇല്ല. അങ്ങനെ പെൻഡ്രൈവ് പോയി വാങ്ങിയ തൊട്ടടുത്ത കടയിൽ നിന്ന്. പിന്നെ കുറേ ഡോക്യുമെൻറ്റ്സ് വേണമായിരുന്നു, അതെല്ലാം ഓക്കെ ആക്കി. ഇതുപോലെ ലാസ്റ്റ് നിമിഷം എല്ലാം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് കമൻറ്റ് ചെയ്യണേ. എസ്സേ റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിൻ്റെയാണ്? MBAയുടെ ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഒരു കോളേജ് ചെയ്താൽ നമുക്ക് വഴിയെ കാണാം. അപ്പം ഈ ത്രൂ ഔട്ട് ഒരു 1-2 ഡേയ്സ് നമ്മൾ ബാംഗ്ലൂർ കാണും. അപ്പം നമുക്കെല്ലാം കാണാം. ഓക്കെ, കുറേ സ്ഥലത്തൊക്കെ ഉമ്മ എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. ആക്ച്വലി ഒരു പ്ലാനൊന്നുമില്ല, ബട്ട് ഞാൻ വെച്ച് ബസ്സിൽ ഇരുന്ന് പ്ലാൻ ആക്കാമെന്ന്. അപ്പം അത്രേ ഉള്ളൂ, നമുക്ക് കാണാം. അത്യാവശ്യം ഫുഡും ഡ്രസ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. സ്ലീപ്പറാണ്, നല്ല സുഖമായിട്ട് കംഫർട്ടബിൾ ആയിരിക്കും. ഉമ്മയും കൊണ്ട് പോകുന്ന എനിക്കെല്ലാം അടിപൊളിയായിട്ട് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹോട്ടലും ബുക്ക് ചെയ്തു. അത് മാത്രം എനിക്കൊരു ഡൗട്ടുണ്ട്, കാരണം എനിക്കറിയത്തില്ലല്ലോ. ഞാൻ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ടങ്ങ് ബുക്ക് ചെയ്താൽ അവിടെ പോയിട്ട് അറിയാൻ പറ്റും എന്താണെന്ന്. അപ്പം നമുക്ക് പോകാം. അങ്ങനെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് തന്നെയായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ അത്യാവശ്യം കുറച്ച് നേരത്തെ വന്നത്, കാരണം ബസ് മിസ്സായതിൻ്റെ പേടിച്ച്. കേരള ലൈൻസ് കണ്ടോ എത്തിയിരിക്കുകയാണ് ഗൈസ്. കാണാനൊക്കെ ഭയങ്കര ക്യൂട്ട് ഒരു പിങ്ക് ബസ്സായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു, വീഡിയോ എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ലൈറ്റ് ഇല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ ഉമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മൂവിയൊക്കെ കണ്ടു. പിന്നെ ആകെ പ്രശ്നം തോന്നിയത് നമ്മുടെ വിൻഡോ ഇച്ചിരി പൊക്കത്തിലായിരുന്നു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി രാവിലെ ആയി. ഹൈ ഗൈസ്, അങ്ങനെ രാവിലെ ആയിരിക്കുകയാണ്. എനിക്ക് ആദ്യം ഉമ്മയുടെ മുമ്പ് വെച്ച് വ്ളോഗ് ഇച്ചിരി നാടകം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങ് മാറി. അങ്ങനെ ഞങ്ങൾ 2 സ്റ്റോപ്പ് മുന്നേ ഇറക്കി വിട്ട്. ഓട്ടോയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു, 16 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ തണുപ്പ്. അങ്ങനെ ഞങ്ങൾ എത്തി. നമ്മൾ അവിടെ നിന്ന് ഊബർ വിളിച്ച് നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇത് തന്നെ. സോ നമ്മൾ ഉദ്ദേശിച്ച ടൈമിനേക്കാൾ മുമ്പേ എത്തി. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് വാഷ്റൂം യൂസ് ചെയ്യാം. ഇവിടെ ചെക്ക് ഇൻ ടൈം 12 ആണ്, ഇപ്പോൾ 7 ആയിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. എന്നിട്ട് നമ്മൾ അടുത്ത കാര്യം എന്ന് പറയുന്ന ചായക്ക് വേറൊരു ടേസ്റ്റാണ്. കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ ഓ. അപ്പൊ നമ്മള് പൊടി ഇഡലി ട്രൈ ചെയ്യാൻ പോവാ. ചൂടുണ്ടോ? സൂപ്പർ. എന്തോ ഇത് എന്തുവായിരുന്നു നിന്റെ പേര്? കേസരി ബാത്തോ? ഞാൻ ചായ വെച്ചോ. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര രസം കാണാൻ. കഴിച്ചു നോക്കിയിട്ട് പറയാം. കഴിച്ചു ഉമ്മയാ ടെസ്റ്റ് ചെയ്യും. കൊറേ എന്തൊക്കെയോ ഉണ്ടല്ലേ. ചൂടായിരിക്കും. എങ്ങനെയുണ്ട്? ഇത് ഈ ചട്നി എല്ലാം ആയിട്ട് കഴിക്കണം, എന്നാലേ ഉണ്ട്. ഇതിലും ആ പൊടി ഇട്ടിട്ടുണ്ട്. ഇവിടെ മേളിൽ ഓപ്പൺ ബട്ടർ മസാല ദോശ ഒരു മസ്റ്റ് ട്രൈ ആണ്. പിന്നെ പൊടി ഇഡലി അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷെ ചായ അത്ര പോരാ. അതുപോലെ തന്നെ പിന്നെ ആ ഒരു പുഡിംഗ് ഇല്ലേ, എന്താ കേസരി ബാത്ത്, അതും എനിക്ക് വലിയ ഓരോ മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. ഇത് തരുന്ന സമയത്ത് ഇവരാദ്യം എനിക്ക് അതായിരുന്നു തന്നത്. ഞാനാണെ അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് വിചാരിച്ചത് അത് ഇഡലിയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഇതിൻ്റെ കൂടെ ചട്നി ഒന്നുമില്ലേ? അപ്പോഴത്തേക്ക് അവർ ചിരിച്ചിട്ട് പറയാം, മോളെ ഇത് പുഡിങ്ങാണ്, ഇഡലിയല്ല. ഞാൻ ആകെ നാറിപ്പോയി. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പട്ടിക്കുട്ടിയൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിധാൻ സൗദാനൊക്കെ കണ്ട് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എന്തോ അടിയാണ്.
ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കത്തില്ലായിരിക്കും അല്ലേ. നമ്മളപ്പോ കബോൺ പാർക്കിൽ പോവാനായിരുന്നു, പക്ഷെ അവിടെ 6 to 9 AM ഉള്ളൂ. പിന്നെ ഓപ്പൺ ആവുന്നത് 1 PM അപ്പൊ നമ്മള് ലാൽബാഗിലേക്ക് പോവാണ്. അവിടെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ പെട്ടില്ല. ഇവിടെ അടിപൊളി. ഇവിടെ നോർമലി ഇങ്ങനെ അല്ലായിരിക്കും, ഇങ്ങനെ ഇത്രയും ഡെക്കറേഷൻ ഒന്നും കാണത്തില്ല. ഓ അടിപൊളി, ഏക്കർ കണക്കിനുള്ള. ഓ നല്ല രസമല്ലേ ഫ്ലവേഴ്സ്. ആ ശരി, എല്ലാം നാച്ചുറലാ. ആ ഒരു ഡിസൈനൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നോന്ന് അറിയത്തില്ല. ഇത് എൻട്രിയിൽ നമുക്കുള്ള സംഭവം. ഈ ക്യാമറയിൽ അത്ര ഭംഗിട്ടാണെന്നില്ല, പക്ഷെ അടിപൊളി. ഇപ്പോഴും ചെക്ക് ഇൻ ടൈം ആയിട്ടില്ല, അപ്പം ഞങ്ങൾക്ക് എങ്ങനെയും സമയം കളയാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ. അതെ, അത് രസമുണ്ട്. ഓ അവിടെ നമ്മുടെ ഹൈറ്റില് ഫ്ലവർ കണ്ടോ, അതാകുമ്പോൾ നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അത് കൊള്ളാം. എന്തോ ഒരു വലിയ പൂ, നല്ല വലിയ പൂ. ഇതിന്റെ ഉള്ളിൽ അവിടെ ഇന്ന് നല്ല രസം. അവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. കുറച്ചങ്ങോട്ട് പോയപ്പോൾ അടിപൊളി സീനറി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. തേനീച്ചയാണ്. வீடியோ போட்டோவா? வீடியோ ஸ்லோ மோஷன்ல போட்டு இன்ஸ்டாகிராம்ல போட்டு கரெக்ட்டா? പിച്ചാൻ പാടില്ലേ? ഒരെണ്ണം ചെവി വെച്ചോട്ടെ. അങ്ങനൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അല്ല എന്നാലും പിച്ചുണ്ട്, അതിന്റെ ഒരു ഭംഗിയല്ലേ. എല്ലാരും പിച്ചത്തില്ലേ? വീഡിയോയാ പിടിക്കുന്നത്. വീഡിയോ ഓണാണോ? അങ്ങനെ അവിടെ ഇന്ന് കുറേ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും ഷോർട്സ് ആയിട്ടൊക്കെ ഇടാമല്ലോ. എങ്ങനെ ഇതൊക്കെ എടുക്കാതിരിക്കും, നിങ്ങൾ തന്നെ പറ. പോയിട്ട് ഇനി ഒരുപാട് പരിപാടിയുണ്ട്. പോയ ഉടനെ എനിക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് ചെക്ക് ഇൻ ചെയ്യേണ്ടത് 12 മണിക്ക്, എനിക്ക് ഇൻ്റർവ്യൂ 12:30. എന്താ അല്ലേ ഒരു രക്ഷയില്ല. അതെ, അങ്ങ് നിങ്ങ് വരെ ബ്ലറാണോ, അങ്ങ് നിങ്ങ് വരെ ഈ ഒരു ഫ്ലവറാണ്. അടിപൊളി. ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളി. നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും ഭംഗി കാരണം നമ്മൾ വെയിലൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. സാധാരണ എനിക്ക് വെയിൽ ഒട്ടും പറ്റാത്തൊരാളാണ്. ഇത് കൊള്ളാമല്ലേ. ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്, കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചു. നമ്മൾ അധികം അകത്തോട്ട് പോയില്ല, കാരണം നമുക്ക് തിരിച്ചു പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പം ഇനി സമയത്തിന് എത്തുമെന്നാണ് ടെൻഷൻ. അപ്പം അവിടെ പോകാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറേ ഓട്ടോക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യാനുണ്ടായിരുന്നു. അവർ പറയുന്നത് നമ്മളെ വീട്ടിൽ വിടാം, പക്ഷേ വേറെ ഏതോ സ്ഥലത്തൂടെ പോകണമെന്ന്. അപ്പോൾ നമുക്കൊരു സ്കാം പോലെ തോന്നിയിട്ട് നമ്മൾ അവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളായിരുന്നു മാപ്പ് നോക്കിയപ്പം. അങ്ങനെ നമ്മൾ ഹോട്ടലൊക്കെ എത്തി. ഉമ്മയും ഭയങ്കര ഹാപ്പി. ആദ്യമായിട്ടല്ലേ നമ്മളന്ന് വർക്കല പോയപ്പോഴൊന്നും ഇല്ല. ദിസ് ഈസ് അവർ റൂം. പറയാതിരിക്കാൻ വയ്യ, ഇവരുടെ സർവീസ് ഒക്കെ നല്ലതായിരുന്നു. ആ ഒരു പ്രൈസിന് എന്താ പറയുക, നല്ല നമ്മുടെ ലഗേജ് വരെ അവിടെ കൊണ്ടെത്തിച്ചു. അത്രയും ഭയങ്കര കെയറിങ് ആയിരുന്നു. ഓക്കെ, ദിസ് ഈസ് അവർ റൂം ടൂർ. എങ്ങനെയുണ്ട്? ഓ, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേണ്ടല്ലേ. അതുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല ബുക്ക് ചെയ്ത്. അടിപൊളി ഇന്റീരിയർ. ഈ ഒരു പ്രൈസിന് ഇത് ഭയങ്കര അഫോർഡബിളാ. കാരണം ഞാൻ നോക്കിയതെല്ലാം ഭയങ്കര ഹൈലി റേറ്റഡ് ആയിരുന്നു. അതെ, ഒരു ലക്ഷറി ഫീൽ ഉണ്ട്. ബാത്റൂം അതെ എല്ലാം നിങ്ങൾ കാണണം, ഭയങ്കര നീറ്റ്. ഇവിടെ ഗ്ലാസ്. അയ്യോ, വാവ് വാവ്, ഇത് സർപ്രൈസ് ആയി പോയി. ഓ മൈ ഗോഡ്, ഓപ്പൺ ആവാത്ത. ഓ നൈസ്. ഇവിടെ ഒരു ഏരിയ, ഇത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇതൊരു നമുക്കൊരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട് ഇവിടെ. സോ ഗുഡ്. എനിക്ക് ഇന്നൊരു ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് ഉമ്മ ഇരിക്കുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യും. എനിക്ക് ചിരി വരും ആരെങ്കിലും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തോ ഉമ്മ വെളിയിടക്കി നിർത്താനും പറ്റത്തില്ല. ഇതാകുമ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട് നമ്മുടെ റൂമിൽ തന്നെ. അതെന്തായാലും കൊള്ളാം. നോക്കൂ, ടി വി. സോ ഗുഡ്. ലൈറ്റൊക്കെ ഫുൾ ഇട്ടോക്കട്ടെ. അത്ര ഉള്ളോ? ലൈറ്റ് ഫുള്ളാണ്.
അപ്പോൾ ഇനി കുറച്ച് ഫ്രഷ് ആവണം. എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അത് ഓൺലൈൻ ഇൻ്റർവ്യൂ. അതിനല്ല ഞാൻ ബാംഗ്ലൂർ വന്ന വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി പറ്റിയെന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ ബാംഗ്ലൂരിലുള്ള ഇൻ്റർവ്യൂ ഇന്നായിരുന്നു. ഞാനത് നാളെയാണെന്ന് വിചാരിച്ചിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് എന്താ വരാന്, നാളെയല്ലേ. പിന്നാണ് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് നാളത്തേക്ക് ആക്കാവോന്ന്, അങ്ങനെ ഇമെയിലൊക്കെ അയക്കണം. അപ്പോൾ അമ്മ ഇവിടെ വന്ന് വാപ്പയെ മിസ് ചെയ്തു. അപ്പൊ വാപ്പയെ വീഡിയോ എന്തുവാ വേണ്ടേ? അപ്പൊ നമ്മള് ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ്. ഇൻ റൂം ഡൈനിങ് അല്ലേ, അതോ അവിടെ പോയി കഴിക്കണം? ഇവിടെ ഇരുന്ന് കഴിച്ചാൽ പോരെ, അതോ താഴെ പോയി കഴിക്കണോ? ഔട്ട്ഡോർ ഉണ്ടോ? ഗസ്റ്റ് ഫെസിലിറ്റി ഒക്കെയോ ഉണ്ട്. ഇവിടെ എൻ്റെ എന്തോ ഇവിടെ എൻ്റെ ഇതൊക്കെ നടക്കുക, മെന്റർഷിപ്പ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. നല്ല മണം, നല്ല ഫുഡ്, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് മണം. അങ്ങനെ നമ്മൾ മാംഗോ ഐസ്ക്രീം കൂടെ ഓർഡർ ചെയ്ത് കാരണം നമ്മുടെ ആ ബിരിയാണി കുറച്ച് സ്പൈസി ആയിരുന്നു. ഞാൻ ഒട്ടും സ്പൈസ് കഴിക്കാത്ത ആളാണ്. അപ്പം കുറച്ച് സ്പൈസി ഇട്ടു. അങ്ങനെ ഐസ്ക്രീം. മെനുവിൽ പ്രൈസൊക്കെ കുറച്ച് കൂടുതലായിരുന്നെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് അലൗ ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് ഇത് തന്നെ ഓർഡർ ആക്കി. ആക്ച്വലി ഞാൻ ഷുഗർ കട്ടാണ്, പിന്നെ എനിക്ക് കൊതി തോന്നി ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ ഇൻ്റർവ്യൂവിനെല്ലാം സെറ്റാക്കി വെച്ചെങ്കിൽ കുറേ നേരം ഞാൻ അവിടെ പോസ്റ്റായിരുന്നു. ഒരു 1/4 മണിക്കൂർ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. അവരെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞു, ആശ്വാസമായി. പിന്നെ ബസ്സിൽ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ഇവിടെ വന്ന് നന്നായിട്ട് ഉറങ്ങി. പിന്നെ എണീറ്റിട്ട് ഞാൻ വിചാരിച്ചു കോഫി ഇടാന്ന്. കോഫി, ടീ പൗഡർ അങ്ങനെയൊക്കെ കുറേ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് അതിനകത്ത് വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉമ്മ വന്നിട്ട് ഇട്ട് തന്നു കേട്ടോ. അവിടെ മിനറൽ വാട്ടർ വെച്ചിട്ട് എനിക്ക് അതിനുള്ള ബുദ്ധി വന്നില്ല നേരം. അങ്ങനെ ഞങ്ങൾ റെഡിയായി. അടുത്തത് നെക്സസ് മോളിലോട്ട്. ഓൾറെഡി ഒരു നൈറ്റായി, അപ്പോൾ നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റത്തില്ല. മോളാണ് ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ ഹെയർ കളറ് എനിക്ക് ചില സമയത്ത് സ്യൂട്ട് ആവാതെ തോന്നാറുണ്ട്. ബട്ട് എനിക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക് ഡ്രസ്സ് ഇടുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്ന പോലെ തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു ഔട്ട്ഫിറ്റിൽ. നമ്മളെപ്പോൾ ഹാപ്പി ആയാലും ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം എന്നാണ് എൻ്റെ ഇട്ടിട്ട്. അങ്ങനെ ഉമ്മ എനിക്ക് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു തന്നു. അതിലെൻ്റെ ഹെയർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതൊന്നുമല്ല, മഞ്ഞ ബോർഡ് കാണും. ഞങ്ങൾ അങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ പോസ്റ്റാണ്. വരാന്ന് പറഞ്ഞിട്ട് ക്യാബൊക്കെ ബുക്ക് ചെയ്യാൻ ഭയങ്കര താമസം. ഭയങ്കര നമ്മുടെ ഈ നിൽക്കുന്ന ഏരിയയുടെ ആണോ എന്നറിയാതെ ബ്ലോക്ക്. വീക്കെൻഡ് ഇവിടെ ആയതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക്. അതാണ് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇത് ബാക്ക് സൈഡ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം ഫ്രണ്ടിൽ ഇവർ ഇറക്കാൻ വിട്ടു. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിൽ ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ അല്ലേ? റിപ്പബ്ലിക് ഡേയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഓഫറും ഒക്കെ. ഹായ്, ഇതാ ഞാനില്ലേ അതിനകത്ത് കാണത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചുരിദാർ വേണോന്ന്. അതിതായിരുന്നു. ഇത് ഇങ്ങനത്തെ എനിക്കൊരു ചുരിദാർ വാങ്ങിത്താ. ഹൗ മച്ച്? 1200. This is come with pant, shawl and top? No. Just top? Only print. Okay. അമ്മയ്ക്ക് ബാഗ് നോക്കാം. MRP ആണോ? How much? 1400. ഓക്കെ. ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ലാസ്റ്റ് ഒരു ബാഗ് സെലക്ട് ചെയ്ത് കാണിക്കേ. നല്ലൊരു ബ്രൗൺ ബാഗ്. ലെങ്ത് കൂട്ടാൻ വേണം. ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞു. അപ്പം വിചാരിച്ചു ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ അടിച്ചിട്ടങ്ങ് പോവാന്ന്. അല്ലെങ്കിൽ പിന്നെ അതിന് പാടല്ലേ. എന്ത് വേണം?
ഗൈസ്, ആ സമയത്ത് അവിടെ ഓഫർ നടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു പിസ്സ വാങ്ങിച്ചപ്പോൾ ഒരു പിസ്സ ഫ്രീ. ആക്ച്വലി അത് ഞങ്ങൾക്ക് ഭയങ്കര ഇതായി പോയി, കാരണം ഞങ്ങൾ അത്ര കഴിച്ച് തീർക്കാൻ പറ്റുന്നത് ഡൗട്ടാണ്. രണ്ട് ഫ്ലേവറാണ് ഞാൻ എന്തായാലും വാങ്ങിച്ചത്. നമുക്ക് രണ്ടും ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? വലുതല്ലേ? ഒരെണ്ണം ഫ്രീ അമ്മേ, ഒരെണ്ണം ഫ്രീ അല്ലേ? ഒരെണ്ണം മതി എന്ന് പറഞ്ഞാൽ നല്ലല്ലേ? എന്തോ കഴിക്കുന്നില്ലേ? ഇതുകൂടെ ചുമ്മാ തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. തുറന്ന് ഒലീവൊക്കെ ഉണ്ട്. ചൂട് കാണുവേ, ചൂട് ചൂട്. എങ്ങനെയുണ്ട്? ഇതിലേതാ മെക്സിക്കൻ? രണ്ടിലും ഇതൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ഇതിൽ ചീസ്. കൊള്ളാം. സോസ് വേണോ? വേണ്ട, ഇതൊക്കെ ഇടാം. എൻ്റെ മേളിൽ പൊട്ടിച്ച് ഇതൊക്കെ ഇടാം, എന്നാലേ അതിൻ്റെ ഇത് വരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഒരു പിസ്സ ഫുള്ള് നമ്മൾ എടുക്കേണ്ടി വന്നില്ല. കാരണം എന്താ പറയുക, നമുക്ക് ഒരെണ്ണം തന്നെ ഫുള്ളായി. ബാക്കി ഇനി അവിടെ ഉപേക്ഷിച്ചിട്ട് വരാനും തോന്നിയില്ല. ഞങ്ങൾ എന്തായാലും കയ്യിലെടുത്തു, ആർക്കെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെയാണ് നോക്കിയപ്പോൾ അവിടെ ബലൂണൊക്കെ വയ്ക്കുന്നൊരു ചേച്ചിയെ കണ്ടു. അപ്പോൾ ഉമ്മ ആ ചേച്ചിക്ക് കൊടുത്ത് ആ ചേച്ചി ഹാപ്പി ആയിട്ട് വാങ്ങി. ഓക്കെ ഗായ്സ്, അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ ഇന്റർവ്യൂവിന് പോവാണ്. ഞങ്ങൾ അമ്മയ്ക്കുണ്ട് ചുമ്മാ ഞാൻ ഒറ്റയ്ക്ക്. ഇന്നലെ നൈറ്റ് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് തന്നെ വേറൊന്നും പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ ഊബറിലിരുന്നുകൊണ്ട് പോകുന്ന വഴിക്കാണ് എല്ലാം ചെയ്തത്. നമ്മളിവിടെ എത്തി. ഇവിടെ തണുപ്പ് ഭയങ്കര കൂടുതലാണ് ഗൈസ്. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് നോട്ടീസ് ബോർഡിലുണ്ട്. പിന്നെ അതിൻ്റെ കാര്യമെല്ലാം സെറ്റാക്കി. കുറേ നേരം ഇവിടെ ഇങ്ങനെ പോസ്റ്റായിരുന്നു. അവരുടെ കുറേ വീഡിയോസും അവരെ പറ്റിയൊക്കെ കുറേ പ്രസംഗമൊക്കെ ആയിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ എങ്ങനെ പോയെന്ന് വെച്ചാൽ അതൊരു കഥയാണ്, ഒരു വലിയ കഥ. അത് പിന്നെ പറയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. എന്തൊക്കെയൊക്കെയോ കറികളുണ്ട്. പയറ് മുളപ്പിച്ചത്, ക്യാപ്സിക്കം. എങ്ങനെ ഉണ്ടാവും എന്തോ ആദ്യമായിട്ടേക്കും. ഉമ്മ കഴിച്ചിട്ട് പറ എങ്ങനെ ഉണ്ട്. കൊള്ളാം. സത്യസന്ധമായിട്ട് പറയണം. നമ്മളൊന്നും കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ലേ? വേറെ ടേസ്റ്റാണോ? എല്ലാം നോക്കണമല്ലോ. അതെ ഗൈസ്, ഇൻ്റർവ്യൂ കുറച്ച് പാടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എനിക്ക് 2 കോളേജിൽ ഓൾറെഡി കിട്ടി. അപ്പോൾ ആ കോളേജ് കാണാൻ പോവാണ്. നമ്മളങ്ങോട്ട് പോകും. മാറിക്കൊടുക്കും ഗൈസ്. എനിക്ക് അഡ്മിഷനായി നിങ്ങൾ വിചാരിക്കും. ഇതിനകത്ത് കയറാൻ വേണ്ടി അഡ്മിൻ പാസ് ഒക്കെ തന്നിട്ടുണ്ട്. വിസിറ്റർ. ഇവിടെ നല്ല ആംബിയൻസ് ഉണ്ട്. നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ പോയ കോളേജ് പോലെയല്ല. ഇത് അലയൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ നല്ല എന്താ പറയുക, നല്ല ആംബിയൻസ് ഉണ്ട്. നല്ല രസമുണ്ട്. ഇതാണ് അഡ്മിൻ ബ്ലോക്ക്. മാച്ചിങ്. ഇവിടുത്തെ ആൾക്കാരാണല്ലേ എല്ലാവരും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിലുള്ള സ്വഭാവമായിരുന്നു. അങ്ങനെ നമുക്കൊരു ചേട്ടനെ കിട്ടി. അവിടുത്തെ അലൂമിനിയാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എന്താണ് ആ മലയാളിയായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ നമ്മുടെ അവിടെ എല്ലാം കൊണ്ട് കാണിച്ചു. ഒരു വണ്ടിയിലാണ് നമ്മൾ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവിടുത്തെ ആംബിയൻസ്. ഒരു ക്യാമ്പസ് ഫീലിംഗ് ഉള്ളൊരു ക്യാമ്പസ്. അടിപൊളി. നിറച്ച് മരം, എവിടെ നോക്കിയാലും മരം. ബിൽഡിങ്ങിനുള്ളിൽ വരെ മരം. അല്ല, ഇവിടെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രകൃതിയും നോക്കി ഭയങ്കര ഒരു ഇത് കേട്ടോ. നേരിട്ട് തന്നെ കാണണം. ഞാൻ ഏറെക്കുറെ ഈ കോളേജ് എൻ്റെ മനസ്സിലങ്ങ് പതിഞ്ഞു പോയി. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് ഫ്ലാറ്റ് എത്തി. നമ്മൾ ഓൾമോസ്റ്റ് ചെക്കൗട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ഇവിടെ എല്ലാം കാണണമെന്നൊരാഗ്രഹം.
ഇവിടുത്തെ എന്തൊക്കെ അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ കാണാതെ പോയ മോശമല്ലേ, ചുമ്മാ നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ ഓരോ ഫ്ലോറിൽ ഇങ്ങനെ കയറി ഇറങ്ങും. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പറ്റുന്നില്ലേ? താഴോട്ട് പോയോ? സ്റ്റെപ്പ് കയറണോ? ഇനി ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോവാം. അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നു. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. ഇപ്പം നല്ല സൺസെറ്റ് വ്യൂ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. ഏറ്റവും ടോപ്പിൽ പോയ 5th ഫ്ലോർ. ഇവിടെ എന്തൊക്കെയോ നല്ലതേ. വാവ്, നല്ല വ്യൂ. ബാറാണ് ഇവിടെ, ഓപ്പൺ റൂഫ് ടോപ്പ് ബാർ. ലുക്ക്, സൺസെറ്റ് ആ സൈഡില്ല, നമുക്ക് കാണാൻ പറ്റാത്ത സൈഡില്ല. ഇവിടുത്തെ വ്യൂ, സിറ്റി വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. സൺസെറ്റ് കാണാൻ വഴിയില്ലല്ലേ. അങ്ങനെ എല്ലാം സെറ്റായി. ഇന്ന് മറ്റേ എല്ലാ പ്ലാനറ്റ്സും വരുന്ന ദിവസമാണ്, പക്ഷെ ഒന്നും കാണുന്നില്ല. ഞാൻ അത് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒന്നും മൂണൊന്നുമില്ല ഗൈസ്. ഇങ്ങോട്ട് വന്ന പോലെയല്ല, തിരിച്ചു പോകുന്ന ബസ്സിൽ നല്ല വിൻഡോ ആയിരുന്നു. അങ്ങനെ നമുക്ക് വഴിക്ക് നിർത്തിയൊരു കട എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഫുഡായിരുന്നു, നല്ല നീറ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി കിടന്നു. ഗൈസ്, ഇപ്പോൾ രാവിലെ സമയം 4 മണി. നമ്മൾ ഒരിടത്ത് നിർത്തിയിരിക്കുകയാണ്. വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനിയൊന്നുമില്ല പ്രത്യേകിച്ച്, നമ്മൾ വീട്ടിലെത്തും. ഈ ഒരു ഏരിയയിൽ ഭയങ്കര കാറ്റ്. ഇതിവിടെ ഉള്ളതാണോ എന്തോ. അപ്പോൾ ബാക്കി വിശേഷമല്ല അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ആദ്യമായിട്ട് കാണുവാണേ. ബൈ.